പ്രിയ പെട്ടവരെ. ഹലോ. അപ്പൊ നമ്മള് പുതിയൊരു ട്രെയിലർ റിയാക്ഷൻ അതിനുവേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന ട്രെയിലർ മറ്റാരുടെയും ട്രെയിലർ അല്ല, ദ ലെജൻഡ് ശരവണ. അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പടം ലീഡർ. തമിഴ് പടം ലീഡർ. ഞാൻ പണ്ട് തമിഴ്നാട്ടിൽ പോയ സമയത്ത് പുള്ളിയുടെ കടയിൽ കയറിയിട്ടുണ്ട്. അതെ, പുള്ളിയുടെ കടയിൽ കയറുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു കടയിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് ലാലേട്ടനായിരിക്കും, മമ്മൂക്കായിരിക്കും, ഇവരൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ പുള്ളിയുടെ കടയിൽ കയറി പുള്ളിയാണ് മോഡൽ. ഭയങ്കര എനിക്കത് ഭയങ്കര ആശ്ചര്യമായി. അങ്ങനെ ആ ഒരു ഇതാണ്. മീൻസ് എവിടെ ചെന്നാലും പുള്ളിയാണ് കാണാം. ബാനറുകളിൽ ചിലപ്പോൾ സൂര്യയുടെ കൂടെ നിൽക്കുന്നു. സൂര്യയുണ്ട് കേട്ടോ, ഇവർ രണ്ടുപേരാണ്. അന്ന് ഇപ്പോഴല്ല, കുറെ നാൾക്ക് ശരവണ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയാ. അവിടെ ഫുഡ് കോർട്ട് വരെ ഉണ്ട്, അവർക്ക് എല്ലാ പരിപാടികളും ഉണ്ട്. കുറെ സ്ഥലത്തും ഉണ്ട്, കോയമ്പത്തൂരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫസ്റ്റ് വന്ന സിനിമ ലെജൻഡ് ആയിരുന്നു. ലെജൻഡ് പലതരത്തിലുള്ള വിമർശനങ്ങൾ മുമ്പോട്ട് വെച്ചു. കാരണം അഭിനയം അറിയില്ല, മറ്റു കാര്യങ്ങൾ അങ്ങനെ തുടങ്ങി ഒത്തിരി ഇഷ്യൂസിന്. VFX ചിലയിടത്ത് അടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം തെറിച്ചു, അവിടെ തന്നെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് ലീഡർ എത്തിയിരിക്കുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ആ പടത്തിന് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കരം. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാശ് മുടക്കിയിട്ടുണ്ടായിരുന്നു, നല്ലോണം കാശ് മുടക്കിയ. അതായത് എന്ത് എക്സ്പെൻസ് വന്നാലും കുഴപ്പമില്ല, ക്വാളിറ്റിക്ക് ഒരു കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം അന്നേ പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കാരണം എന്തോ കിടിലം ഫൈറ്റ് കൊറിയോഗ്രഫി ആയിരുന്നു, അറിയോ, അടിപൊളിയായിരുന്നു. മേ ബി അതിപ്പോ വിജയോ അങ്ങനെ ആരും ഒരാളാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ പടം ഷുവർ ഷോട്ട് ഹിറ്റ് ആയിരുന്നത്. കഥയല്ല, മൊത്തത്തിലൊരു ആംബിയൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ടോട്ടലി നല്ല ഹിറ്റ് ആയിരുന്നേനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പടം വലിയ ഹിറ്റ് ഒന്നുമല്ല, സംസാരം വിഷയമായി. കാരണം മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. അതെ. അപ്പൊ RS ദുരൈ സെന്തിൽ കുമാറാണ് നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ. അപ്പോ ഇദ്ദേഹം നമ്മുടെ കൊടി, അതുപോലെ തന്നെ പിന്നെ ഒരു പടം എന്ന് വെച്ചാൽ നമ്മുടെ വെട്ടുമാരന്റെ കൂടെ അതിന്റെ സെക്കൻഡ് യൂണിറ്റിന് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ സീക്വൻസ് ഒക്കെ ഒരു ഒറ്റ ഷോട്ട് സീക്വൻസ് ഉണ്ട്, അതൊക്കെ പുള്ളിയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല പടങ്ങൾ തന്ന ഒരു വ്യക്തിയാണ്. എതിർനീച്ചൽ, അങ്ങനെ പല പടങ്ങളും നമുക്ക് സമ്മാനിച്ച ഒരു വ്യക്തിയാണ്. സോ അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി എന്തായാലും കാണും, ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മ്യൂസിക് മ്യൂസിക് ചെയ്തത് ജിബ്രൻ നമ്മുടെ അതിരനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കമലഹാസന്റെ പാപനാശമായിക്കോട്ടെ, പിന്നെ നമ്മുടെ ഉത്തമ വില്ലൻ ആയിക്കോട്ടെ, അങ്ങനെ അതിൽ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. വിശ്വരൂപത്തിലുണ്ട്. കുറെ കിടിലൻ മ്യൂസിക്കുകളൊക്കെ തന്ന വ്യക്തിയാണ്. അപ്പോ എല്ലാവരും കൂടെ ചേർന്ന് ഒരു മാസ് പരിപാടിയാണ് ഇതിനകത്ത് പിടിച്ചിട്ടുള്ളതാണ്. ആൾക്കാരെ വിളിച്ചേക്കുന്നത്. അതാ, അതൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമാണ്. പല പ്രൊഡ്യൂസേഴ്സും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇദ്ദേഹം ക്വാളിറ്റിയിലേ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത് ശരിക്കും ഇത് പുതിയൊരാളാണ് ഡയറക്ട് ചെയ്തെന്ന് വെച്ചോ, അവനിതൊരു പോർട്ട്ഫോളിയോ ആയിട്ട് കാണിക്കുക. ആ രീതിയിലുള്ള ക്വാളിറ്റിയാണ് പുള്ളി കൊടുക്കുന്നത്. നായിക ആയിട്ടല്ല, ഇതിനകത്ത് ഇപ്പൊ ആൻഡ്രിയ ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. മൊത്തത്തിൽ കാണുമ്പോൾ ലാലുണ്ടെന്നൊക്കെ പറയുന്നു. നോക്കാം മൊത്തത്തിൽ ട്രെയിലർ എങ്ങനെ ഉണ്ട് എന്നറിയാം. രോമാഞ്ച കഞ്ചുകരാകുമോ എന്ന് നോക്കാം. അപ്പൊ നമ്മള് പ്ലേ ചെയ്യാൻ പോകട്ടോ. என் பொண்ணு கூட நான் இருக்கணும். அதுக்காக இந்த உலகத்தையே எதுக்க சொன்னாலும் எதிர்த்து நின்று ஜெயிப்பேன். பேருங்க சத்யஸ். மாசா ലെജൻഡ് ശരവണൻ. കട്സൊക്കെ വേറെ ലീഗാണ് കേട്ടോ, അടിപൊളിയാണ്. ഓ எனக்கு அவர் கூடவே இருக்கணும் போல இருக்கு. நீ எப்படிடி அவர் கூடயே இருக்க முடியும்? സംഭവം തീരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ സത്യം പറയട്ടെ, എടുത്തു പറയേണ്ടത് ക്വാളിറ്റിയാണ്. എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. എന്ത് രസമല്ലേ കാണാന്. പുള്ളിയാണോ അഭിനയിച്ചത് പോലും രണ്ടാവും നമുക്ക് തോന്നി. ലുക്കായി ആള് ടോട്ടലി മാറി. ചെറുപ്പം പോലൊക്കെയുള്ള കുറെ എന്താ ട്രൈ ചെയ്തിട്ടുണ്ട് ചെറുപ്പമാക്കാനൊക്കെ. എനിക്കത് അപ്പൻ മകൾ ആ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. എനിക്കിത് കണ്ടിട്ട് നമ്മുടെ ബാലയ്യയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ കുറെ നാക്കവും പറങ്ങി, അത് ഇതുപോലെ എന്തോ ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ചിന്തയിലേക്ക് പോയി. അപ്പോൾ ആ ചിന്ത ഡാക്കു മഹാരാജാണ് കേട്ടോ പടം. അപ്പോൾ ആ പടം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു അച്ഛൻ മകൾ
അങ്ങനത്തെ പരിപാടികളൊക്കെ ആണോ എന്നൊരു ചോദ്യമുണ്ട്. സോ എന്തായാലും പടം ഒരു വലിയ ഹിറ്റ് ആവട്ടെ. നമ്മൾ ഇത്രയും നാൾ ധരിച്ചു വെച്ചിരുന്ന ലെജൻഡ് ശരവണ മൊത്തത്തിൽ പൊളിയട്ടെ, എന്നിട്ട് പുതിയൊരു കിടിലൻ ശരവണൻ ഉണ്ടായി വരട്ടെ എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കണല്ലേ, അപ്പൊ കാണാനൊരു രസമുണ്ട്. അതായത് കളിയാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കയറുന്നവരുടെ തലക്കിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, സൂപ്പറാ, അത് ഭയങ്കര ഒരു ഹരമാണ്. അപ്പൊ അങ്ങനെ ഒരു ടോട്ടലി പുതിയൊരു ലെജൻഡ് ശരവണനായിട്ട് വരട്ടെ. ശരിക്കും ആ പേരിനൊക്കെ എന്താണ് 100% അന്വർത്ഥമാക്കുമ്പോൾ ഉള്ള പ്രകടനമൊക്കെ ഇങ്ങനെ കാഴ്ച വെക്കട്ടെ. എന്നാലും കൊള്ളാം, ട്രെയിലർ മാസമായിട്ടുണ്ട്. പരിപാടി ഇതിന്റെ തൊട്ട് മുമ്പ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതും നൈസായിരുന്നു. അത് ഞാൻ കണ്ടതാ. അപ്പം ഇത് പ്രത്യേകമായിട്ട് പലരും എടുത്തു പറഞ്ഞു കിടിലാണ്, ട്രെയിലർ ഭയങ്കര സൂപ്പറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. അപ്പൊ ബൈ. ബൈ.